ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന നമുക്ക് പ്രഷർ എങ്ങനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റി, അതായത് ബ്ലഡ് പ്രഷർ. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാലം. പലപ്പോഴും നമുക്കറിയാം ഈ പ്രഷറുള്ള ആൾക്കാർ പലപ്പോഴും നമ്മളിങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അവർക്ക് മരുന്ന് കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ നമ്മളൊരു ഏജ്ഡായിട്ട് വരും, നമുക്ക് പ്രായമുണ്ട്, 60 വയസ്സിന് മുകളിലുണ്ട്, പെൻഷനറാണ്, സീനിയർ സിറ്റിസണൊക്കെ ആണെങ്കിൽ അവരോട് കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ അവർ പലപ്പോഴും മരുന്ന് കഴിക്കാൻ റെഡിയാകും. കാരണം അവർക്കറിയാം അവർക്ക് ഇത്ര വയസ്സുണ്ട്, BP പാരമ്പര്യമായിട്ടുണ്ട്, ചെറിയ തലവേദന നടക്കുമ്പോൾ കഥപ്പുണ്ട്, അല്ലെങ്കിൽ ശ്വാസമുള്ളുണ്ട്, ഇടിപ്പൊക്കെ കൂടുതലുണ്ട്. അങ്ങനെയാകുമ്പോൾ അവർ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കാൻ റെഡിയാകും. അവരൊക്കെ ഉപ്പ് കുറയ്ക്കും. പലരും ഉപ്പ് തന്നെ കുറച്ച്, സോഡിയം കുറഞ്ഞ് തന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകണം. അത്രയും ഉപ്പ് കുറയ്ക്കേണ്ട ആവശ്യം. നോർമലായിട്ടുള്ള സോൾട്ട് ലെസ് ദാൻ 2 gram per day ഉപയോഗിക്കുക. നോർമലായിട്ട് കറിക്ക് ഉപയോഗിക്കുന്ന ഉപ്പുകൾ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ആൾക്കാരോട് നമ്മൾ പറയുമ്പോൾ ബിലോ 50 years, അപ്പോൾ 50 വയസ്സിൽ താഴെയുള്ള നമ്മൾ കൂടുതലായിട്ട് ചെറുപ്പക്കാർ, മധ്യവയസ്ക, ആ മിഡിൽ ഏജിനോട് അടുത്തിരിക്കുന്നവരോട് പറയണം പലപ്പോഴും മരുന്ന് കഴിക്കാൻ മടിയാണ്. പക്ഷെ അവരിലാണ് പലപ്പോഴും നമ്മൾ റെസിസ്റ്റൻ്റുള്ള ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് ഹൈപ്പർ ടെൻഷൻ, ഹൈ BP കാണാറ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ പലപ്പോഴും നോക്കേണ്ടി വരും. അവരുടെ കുടുംബത്തിൽ BP കൂടി കിഡ്നിക്ക് പ്രശ്നം വന്നിട്ടുണ്ടോ, കിഡ്നി ഫെയിൽ വന്ന് ഡയാലിസിസ് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇൻട്രാക്രൈനിയൽ ബ്ലീഡ്, തലയ്ക്കകത്ത് ഞരമ്പോട്ട് ബ്ലീഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്ട്രോക്കായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കേണ്ടി വരും. പലപ്പോഴും നമുക്കറിയാം നോർമൽ BP എന്ന് പറയുന്നത് 120/80 അല്ലെങ്കിൽ 130/80 ആണ്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റേജ് 1 ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പം 140/90 അപ്പോൾ സ്റ്റേജ് 1 വരെ നമ്മൾ പറയും പലപ്പോഴും ഡയറ്റ് നോക്കും, ഉപ്പൊക്കെ കുറയ്ക്കും, അല്ലെങ്കിൽ ചെറിയ എക്സസൈസൊക്കെ ചെയ്യും, അരമണിക്കൂർ, ആഴ്ചയിൽ 5 ദിവസം വെച്ച് നമ്മൾ ഒരു വീക്കിൽ ചെയ്യും, ഒരു 150 minutes പെർ വീക്കും. അങ്ങനെയാകുമ്പോൾ പലപ്പോഴും നമ്മൾ ഡയറ്റ് ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ വെയിറ്റ് കുറച്ചു, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും BP വലിയ കുഴപ്പമില്ലാകും. പക്ഷേ എന്നിരുന്നാൽ പോലും ചില ഫാമിലീസ് ഹൈ BP റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ള ഫാമിലിയിൽ നമ്മൾ ഇതുകൊണ്ട് മാത്രം നമ്മൾ കുറയില്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ അവരുടെ BP നമ്മൾ ഹൈ BP, അപ്പോൾ റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പം ഒരു 220/110 അല്ലെങ്കിൽ 240/110, അപ്പോൾ സിസ്റ്റോളിക്ക് അപ്പോൾ 200 മുകളിലായിരിക്കും, 180-200 മുകളിലായിരിക്കും. നമ്മൾ ഡയസ്റ്റോളിൽ നോക്കുമ്പം എന്തായാലും ഒരു 110 മുകളിലായിരിക്കും. അപ്പോൾ സ്റ്റേജ് 2 എന്ന് പറയുകയാണെങ്കിൽ 150-100, അപ്പോൾ ആ ലെവലാണ് സ്റ്റേജ് 2 എന്ന് പറയും. സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ ഒരു 160-110 വരും. ഡയസ്റ്റോളിൽ എപ്പോഴും ഒരു 100 മുകളിലായിരിക്കും. അപ്പോൾ അത് അപകടകരമായ BP ആണ്. ആ ലെവലിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ BP നമ്മൾ തന്നെ നമുക്ക് വീട്ടിൽ നോക്കാം. ഇന്നിപ്പോൾ ഏകദേശം ആക്യുറേറ്റ് ആണ്. നമ്മൾ ഡിജിറ്റൽ BP അപ്പാരറ്റസ് വെച്ച് വീട്ടിൽ തന്നെ ഹോം BP മോണിറ്ററിങ്, നമ്മൾ BP മെഷീൻ നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിച്ച് വെച്ചിട്ട് നോക്കുന്നുണ്ട്. ആംബുലേറ്ററി BP മോണിറ്ററിങ് എന്ന് പറയും, ABPM. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം BPയുടെ വേരിയേഷൻസ് അറിയാം. നമുക്കറിയാം, നമുക്ക് നൈറ്റിലൊക്കെ ആണെങ്കിൽ BP കൂടുകയും കുറയുകയും ചെയ്യുന്ന പ്രതിഭാസമുണ്ട്. ഏർലി മോർണിംഗ് BP ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ സ്ട്രോക്കൊക്കെ പലപ്പോഴും നമുക്കറിയാം ഏർലി മോർണിംഗ് ആണ് വരുന്നത്. വൈകുന്നേരം കുഴപ്പമില്ലാതെ കിടന്നു മരുന്ന് കഴിച്ചിടുന്നു, രാവിലെ ആകുമ്പോൾ ഒരു സൈഡൊക്കെ പൊക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബലക്കുറവ്, അല്ലെങ്കിൽ മുഖം കൂടിയിരിക്കുന്നത്. അപ്പോൾ സ്ട്രോക്കൊക്കെ സംഭവിക്കുന്നത് നൈറ്റിൽ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് BP ഷൂട്ട് വരുന്നുണ്ട്. BP ഹൈ ആയിട്ട് ചിലപ്പം നമുക്ക് ഞരമ്പൊക്കെ പൊട്ടി ബ്ലീഡിങ് വരാം, സ്ട്രോക്കൊക്കെ വരാം. അതുകൊണ്ട് BP നമ്മൾ കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് ഡോക്ടർ നിർദ്ദേശപ്രകാരം കൺട്രോൾ ചെയ്യും. പക്ഷേ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം 50 വയസ്സിൽ താഴെ ഹൈ BP ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വർക്കപ്പ് ആവശ്യം വരും. പലപ്പോഴും നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം, കിഡ്നിയുടെ സൈസൊക്കെ നോക്കേണ്ടി വരും. ഒരു എക്കോ ചെയ്ത് ഹാർട്ടിൻ്റെ ഭിത്തിക്ക് കട്ടിയുണ്ടോ, അല്ലെങ്കിൽ ഹാർട്ടിന് പമ്പിങ് എങ്ങനെയുണ്ട്, അതുകൂടാതെ നമ്മൾ ബാക്കിയുള്ള ഹൈ കൊളസ്ട്രോൾ നോക്കേണ്ടി വരും. പിന്നെ ഹോമോസിസ്റ്റിൻ, ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ചില സാധനങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. പിന്നെ കുടുംബപരമായിട്ട് സ്ട്രോക്ക് ഉണ്ട്, ഫാമിലി സ്ട്രോക്കുകളുണ്ട് പലർക്കും. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് ചിലപ്പം ലോ ഡോസ് എക്കോസ്പിരിൻ കഴിക്കേണ്ടി വരും, BPയുടെ മൾട്ടിപ്പിൾ ഡ്രഗ്സ് കഴിക്കേണ്ടി വരും, കൃത്യമായി ഫോളോ അപ്പിൽ ഇരിക്കേണ്ടി വരും. ഹോമോസിസ്റ്റിൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കേണ്ടി വരും. ഇതെല്ലാം നമ്മളിതിന് BPയുടെ ഒരു ഗുളിക മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. അപ്പം പല ഹൈ BPക്കാർക്ക് നമ്മൾ നോക്കുമ്പോൾ ഹൈ കൊളസ്ട്രോളും കാണാം. അത് കുടുംബപരമായിട്ടുള്ളതാണ്. നമ്മൾ ഭക്ഷണം നോക്കി നല്ല ഡയറ്റ് നോക്കിയാൽ പോലും ആ കൊളസ്ട്രോൾ കുറയണമെന്നില്ല. അപ്പം കൃത്യമായിട്ട് മരുന്ന് കഴിച്ച്, കൃത്യമായിട്ട് നമ്മളൊരു ഹാർട്ടിൻ്റെ ഒരു എക്കോ ചെയ്ത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു അൾട്രാസൗണ്ട് കിഡ്നിയുടെ നോക്കി, റീനൽ ഫംഗ്ഷനൊക്കെ നോക്കി നമ്മൾ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ BP കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ചെറുപ്പക്കാർ പലപ്പോഴും നമ്മൾ ഇത് കാണാറില്ല.
അവരെന്തെങ്കിലും കോംപ്ലിക്കേഷൻ പോയിട്ടായിരിക്കും പലപ്പോഴും വരുന്നത്. കൃത്യമായി നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, സോൾട്ട് റെസ്ട്രിക്ഷൻ ഉണ്ട്, കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മൾ മരുന്ന് നമുക്ക് ഒരു ഗുളിക അല്ലെങ്കിൽ 2 ഗുളിക കൃത്യമായിട്ട് ഇങ്ങനെ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ബി പി കൺട്രോൾ ആകില്ല. ഇപ്പം ഡോക്ടറെ ഇടയ്ക്ക് കാണുമ്പോൾ ഡോക്ടർ ബി പിയുടെ അനുസരിച്ച് മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ഡോസ് അഡ്ജസ്റ്റ് ചെയ്യും. ചിലപ്പം ഒരേ ഗ്രൂപ്പിലുള്ള മരുന്ന് തന്നെ നമ്മൾ കഴിക്കണമെന്നില്ല. രാവിലെ ഒരു ഗ്രൂപ്പാണെങ്കിൽ വൈകിട്ട് വേറെ ഗ്രൂപ്പായിരിക്കും. അപ്പോൾ അത് പല ലെവലുള്ള ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് തരുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ റേറ്റ് കൺട്രോൾ ചെയ്യണം, പമ്പിങ് കൺട്രോൾ ചെയ്യണം, അതുകൂടാതെ ബി പി കൺട്രോൾ ചെയ്യണം, കൊളസ്ട്രോൾ ഇതാക്കണം. ഇങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ അപ്പോൾ ഡയബറ്റീസും കൂടത്തിൽ കാണും. അപ്പം ബി പി നമ്മൾ നിസ്സാരക്കാരനല്ല, ഒരു ഗുളിക കഴിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗുളിക ലോങ് ടൈമായിട്ട് കഴിച്ചോ നമുക്ക് കൺട്രോൾ ആക്കാവുന്ന കാര്യമില്ല. കാരണം ഹാർട്ടിൻ്റെ ഭിത്തിക്ക് ചിലപ്പം കട്ടിപ്പ് വരാൻ ചാൻസ് ഉണ്ട്, ഇപ്പം കൊളസ്ട്രോൾ ആക്കാനുണ്ട്. അപ്പം ഹൈ ബി പി ആയിട്ടാണെങ്കിൽ ചിലപ്പം തലവേദന, ഛർദിലൊക്കെ വരാം, സ്ട്രോക്കൊക്കെ വരാം, യങ് സ്ട്രോക്ക് വരെ വരാറുണ്ട് ചെറുപ്പക്കാർക്ക് വരെ. അപ്പോൾ അവർ പ്രസൻറ്റ് ചെയ്യുന്ന തന്നെ സ്ട്രോക്ക് അറിയാം, അവർ തന്നെ ബി പി ഉണ്ടെന്ന് അറിയുന്നില്ല. ചിലപ്പം ബി പി ഹൈ ആയിട്ടാണെങ്കിൽ കിഡ്നി ചുരുക്കി പോകുന്നുണ്ട്, ഡയാലിസിസ് പോകുന്നുണ്ട്, അവരറിഞ്ഞിരുന്നില്ല. ചിലപ്പോൾ ഹാർട്ടിന് ഭിത്തിക്ക് കട്ടി കൂടിയിട്ട് തലചുറ്റി വീഴാറുണ്ട്. അപ്പോൾ അങ്ങനെ പല ഇപ്പോൾ നടക്കും ഭയങ്കര കഥപ്പ്, നോർമലാളുടെ ജോലി റൂട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല. ഹാർട്ട് ഫെയിലിയർ വരാറുണ്ട്, ഹാർട്ടിന് പമ്പിങ്ങിനെ ബാധിച്ചിട്ട്. അപ്പോൾ ഹൈ ബി പി ഹാർട്ട് ഫെയിലിയർ വരാം, കിഡ്നിക്ക് പ്രശ്നം വരാം, കിഡ്നി ചുരുങ്ങിയപ്പോൾ കിഡ്നി ഫെയിലിയർ വരാം, അതുകൂടെ കണ്ണിൻ്റെയൊക്കെ കാഴ്ചയെ ബാധിക്കുക. ഇങ്ങനെ ഓർഗൻ ഡാമേജ്, എൻഡ് ഓർഗൻ ഡാമേജ് പറയും. ഹൈ പ്രഷർ ഹാർട്ട് പമ്പ് ചെയ്യുന്നത് എൻഡ് ഓർഗൻ ഡാമേജുകൾ വരാം. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ കൃത്യമായി ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ച് നമ്മുടെ ബി പി ഇപ്പോൾ 130/80 അല്ലെങ്കിൽ 120/80 ആ ലെവലിൽ പോകേണ്ടി വരും. അത് ചിലപ്പോൾ ഒരു ഗുളിക പോരുന്ന വരും, മൾട്ടിപ്പിൾ ഗുളിക കഴിക്കേണ്ടി വരും, കൊളസ്ട്രോൾ മരുന്ന് കഴിക്കേണ്ടി വരും. അതുകൂടാതെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മറ്റ് അനുബന്ധ കാര്യങ്ങൾ ചെയ്യുന്നു. ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ബി പി കൺട്രോൾ ചെയ്യാൻ സാധിക്കൂ. താങ്ക് യു.